അതിനെവിടുന്നാടാ എന്റെ കയ്യില് കാശ്? അല്ല അപ്പൊ ആടും കോഴിയും തങ്ങളെ അത് ഞാൻ മൂച്ചിക്കാക്ക് കൊടുത്തടാ. സാരല്ലടാ, വേറെ എന്തെങ്കിലും വേണ്ട നോട്ടെ. നീ കിടന്നോ. അപ്പൊ ഇതിക്ക് എടാ, നിന്നെ ഇനി കാണുന്ന വിചാരിച്ചല്ലടാ. ഞാനും ഇവിടുന്നൊരു അത്യാവശ്യം വന്നോട്ടോ. നീ കിടന്നോന്നാ. ശരി. എടാ നിക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് കൊണ്ടുവെക്കോ. ഈ സമയത്ത് ബാങ്ക തങ്ങളെ ഉസ്താദിന് സമയം തെറ്റിയതാ. 2:30 ബാങ്ക. ഈ നട്ടപ്പാതിലേക്ക് മുക്രിക്ക് ഭ്രാന്തായ. ഇതാരാ ഈ സമയത്ത്? ഉസ്താദാ? ആരുടെ ഈ നേരത്ത് ബാങ്ക്? ആരാണോ മുജിക്കണീറ്റ്? എന്താ കണ്ടാ? ഇല്ല, നീ വണ്ടി എടുക്ക്. കാശ് കിട്ടിയാ? ആടാ കിട്ടി. എടാ എന്താടാ? എടാ അറിഞ്ഞാണോ? അറിഞ്ഞാണാ? ആ ഫാത്തിയുടെ അറിഞ്ഞാണോ പോയി. ഇവൻ ഇങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യാ? എന്തിനാ നീ ബാങ്ക് വിളിച്ചേ? അല്ല, നമുക്ക് നമ്മുടെ ചായക്കടയിൽ ഇരുന്ന് ചർച്ച ചെയ്താ പോലെ. ഇയാടെ ഒരു ചായക്കട, എല്ലാരും കൂടെ തീറ്റയും കാശും കൊടുത്തവനെ വഷളാക്കി. ഏത് നേരം ഒരു പണിക്കും പോകാതെ തങ്ങൾ വരെ നോക്കി പള്ളിയുടെ മുന്നിലാ. ഉസ്താദ് ഇവിടെ മാറിയേ, ഇവരെ കൂടെ ഞാൻ പറയിക്കാം. എനിക്കൊരു കാര്യം പറയാനോ. ഇപ്പൊ മക്കത്ത് എത്രയായി സമയം? മക്കത്തോ? എന്തിനപ്പോ മക്കത്ത സമയം? അതൊക്കെ ഉണ്ട്. 12:30 നട്ടപ്പാതിര. എന്നാ കേട്ടോളി, ഈ ദുനിയാവിൽ എവിടെയോ ഇപ്പൊ സുബഹിയായിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആരും ഒന്നും ഉപദ്രവിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. മുക്കർക്ക് സമാധാനമല്ല ഈ വട്ടനൊക്കെ പിടിച്ച് പള്ളി കയറ്റിട്ട്. വട്ടന മുജിയെ വേണ്ടേ? ഒന്നില്ലെങ്കിൽ ഈ പാതിരാത്രിക്ക് ആരെങ്കിലും ബാങ്ക് വിളിക്കുക. അത് തന്നെ പറഞ്ഞേ. ഞങ്ങൾ കുറെ നാളായി പായിയുടെ പുറയിലാണ്. കുറേയേറെ സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. സത്യം? എന്ത് സത്യം? ഞാൻ പറയാം. ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താണ് ആദ്യം പറഞ്ഞത്. നോക്കുമ്പോ എന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും വിരിച്ച് എണീറ്റ് നിൽക്കുന്നു. എന്നൊരു തുണി എടുത്ത് കുടയലും എന്നെ ഒരു നോട്ടവും. ഞാൻ കിടുങ്ങിപ്പോയി. ആ കിടുങ്ങലില് കാക്കകളെല്ലാം പറന്നുപോയി. അങ്ങനെ ആ കാക്കവത്തിൽ നിന്ന് മനസ്സിലായ എന്റെ തങ്ങളെ. എടാ, ആ ബായിക്ക് നമ്മളെ പെരുമാനിത്തങ്ങൾ ഒരു ചായ ഇല്ലേ? തങ്ങളെ ഇതിനൊക്കെ പുറത്തു കൊടുക്കണേ. പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നേരം വെളുത്ത ഈ വട്ടനെ ബംഗാളിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടോണം. മനസ്സിലായോ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ടാന്ന് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം. മംഗളാ പതിന് കൂട്ടിക്കോ. നിങ്ങൾ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ഞങ്ങൾക്ക് വിശ്വാസം. അതെ, ഇവിടെ നടക്കൂല, ഇവിടെ പാടില്ല. കേക്കണ്ട, പോയെങ്കിൽ എവിടെ നിങ്ങൾ തപ്പിക്കൊണ്ടു വന്നോ? അരഞ്ഞാണ് ആദ്യ രാത്രി തന്നെ എല്ലാം പൊളിയും. പതുക്കെ പറ. ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീ എനിക്ക് കല്യാണം ഒന്ന് മുടക്കി തന്നാ മതി. പിന്നെ ഒന്നും മിണ്ടാണ്ടിരുന്ന് നീ താളെ നേരം വെളുത്ത് ഇവിടെ ഒന്ന് തപ്പി വെക്കാ മതി. സാധനം കിട്ടും. കിട്ടിയില്ലെങ്കിൽ നെയ്യെ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ആരെ കൊന്നിട്ടാലും വേണ്ട പകരം ഒരു അരഞ്ഞാണ് ഒപ്പിച്ച് തരാം.
അല്ലാതെ കല്യാണം മുടക്കൽ നടക്കൂല. ഈ ബംഗാളി എത്രയും വേഗം ബംഗാളിലേക്ക് കടത്തണം. ഇതിലെ പെരുമാറി പൊട്ടിച്ചോറാം. ബംഗാളിക്ക് എപ്പോഴും കാവൽ വേണം, അല്ലെ അവന്മാര് ബംഗാളിലേക്ക് കടത്തും. നമ്മളെപ്പോഴും ഭായി അകത്തിട്ട് പൂട്ടണം. ആദ്യം നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു വരണം. വിശ്വാസികൾ കൂടിയാ പിന്നെ അവന്മാർക്ക് വായെ തൊടാൻ കൂടി കിട്ടൂല. ഇങ്ങനെ ഊതണം. തുപ്പല്ല, ഊത്ത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന മേശ ഇങ്ങോട്ട് തുറക്കുക, ഇതിലേക്കിടുക. സംസാ പോയി കിടക്കണ പണ്ടാറോ. വെളുപ്പിനെണീറ്റ് എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പെറുക്കി. അപ്പൊ ഈ അലമ്പുണ്ടാവുന്നതിന് മുന്നേ എന്തെങ്കിലും മാർഗം നീ നോക്കിക്കോ. എടാ എന്താണ്ട ഇവിടെ മുട്ട അടിക്കാൻ ഈ ചപ്പിന്റെ ഇടയിലാ? അല്ല, അപ്പുറത്തുനിന്ന്. ആരാമനാ? എന്താടാ ഇവിടെ? മുട്ട മേടിക്കാൻ വന്നേക്കാ. അനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല മുട്ട വാങ്ങാൻ. അല്ല, ഇവിടുത്തെ നല്ല നാടൻ മുട്ട അതാ. യജമാനിയിൽ വേറെ ഒരിടത്തുമില്ലട നാടൻ. ഇവിടെ തന്നെ വേണോ? കേറിപ്പൂടിയാത്ത് ഉള്ള മുട്ട കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കൊള്ള. മുട്ട കച്ചവടം. മുട്ട തിന്നാമോ? ഇപ്പൊ പോയിക്കോ, എന്നാ എനിക്ക് പുറത്തു വെച്ച് കിട്ടും. എന്റെ പൊന്നിക്ക, ഇതൊക്കെ നിങ്ങളുടെ സംശയമാണ്. ഇക്ക തന്നെ അവളെ കെട്ടിക്കോ. അതിന് ആർക്കും അവിടെ കുഴപ്പം. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സാറേ, ഓൻ പറഞ്ഞ മനസ്സിലായോ? ഓന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന് ഓൻ്റെ മനസ്സിലായോ? അവൻ ചവച്ചു തുപ്പി. നേരെ എന്റെ കല്യാണം കഴിയുന്ന ഈ വണ്ടി ഓട്ടണ്ട, കാവല് നിൽക്കണം. ശമ്പളം ഞാൻ തരും. ഓൻ ഇവിടെ വരുന്നുണ്ടോന്ന് നോക്കി നീ ഈ വീട്ടില്, ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടോ നോക്കി ഞാൻ ആ വീട്ടില്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ നീ അവിടെ. ഇതിനെല്ലാത്തിനും കാരണം ആ ഉമൈര. ഇനിയിപ്പോ സ്കാനിങ് നടത്തണല്ലോ. എന്ത് ചെയ്യൂടാ? ഞാൻ കൂടി വല്ലാത്ത അവസ്ഥയായി. അബി, ആ ഹേമ, നീ ഇതൊന്ന് സൂക്ഷിച്ചേക്കണടാ. കുറച്ച് ഉരുപ്പടിയാ. ഇതെന്തിനാ ഇളയമട്ടെ? വേണ്ട. അതല്ലടാ, ഇതിട്ടിട്ടൊരു ചൊറിച്ചില് പോലെ. നീ ലോക്കറിൽ വെച്ചാ മതി, ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം. എന്ത് ചൊറിച്ചില്ല, ഇത് ഇളയമ്മനെ സൂക്ഷിച്ചാ പോരെ? വേണ്ട ഇളയമ്മ. മോനറ്റിൻഡോ, നീ ഇതൊന്ന് സൂക്ഷിക്കേ. ആ ഉമ്മ. നീ തന്നെ ചാടിക്കരി വാങ്ങാൻ പോയേ? അവൻ പറഞ്ഞ ഇടമ്മ കേൾക്കണാവും എന്ന് പറഞ്ഞാ കാര്യം നടക്കണ്ടേ? ഇവന്മാരുടെ സ്വന്തം പോക്കറ്റിന് വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ഈ പെരുമാനിയെ മുടിപ്പിക്കും. ഇങ്ങനെ പോയാൽ കവടി ഒഴിഞ്ഞ് തിന്നേണ്ടി വരും. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ എൻ്റെ ഉസ്താദേ. ഉസ്താദെ, ഞാൻ ഒരു കാര്യം പറയാം. അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞു നടന്ന പെരുമാനിലെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ പിരിവ് സംഭാവനയും കൊണ്ടാ പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തള്ളി നടത്തിക്കൊണ്ട് പോണത്. ഇവിടുത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാ പള്ളി പൂട്ടേണ്ടി വരും. പെരുമാനിക്ക് ആപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാനി തങ്ങൾ സമ്മതിക്കൂല. പൂട്ടേണ്ട വരാം, തങ്ങൾ തന്നെ പൂട്ടിക്കോളും. പൂട്ടിയില്ലെങ്കിൽ അവന്മാര് ബംഗാളിലോട്ട് കടത്തും. ഒന്നും വിചാരിക്കലേ ഭായി. ആകെ 54 ടോക്കൺ. പെരുമാനിൽ എന്തെങ്കിലും ഞെട്ടിക്കൽ നടന്നാ എന്തോ ഒറ്റയടിക്ക് 154.
ഇനി നമുക്കേ വീടിന്റെയും കിണറിന്റെ ഒക്കെ സ്ഥാനം നോക്കൽ പരിപാടിയുടെ പിടിക്കണം. ഇപ്പൊ ജീവിതത്തിന് ഒരു അർത്ഥം വന്ന പോലുണ്ട്. അല്ല, ഇന്ന് ബായ്ക്ക് കാവലിക്കട കാലി എന്തേ? സുഹൃതൻ യവനെന്താ ഇവിടെ കാര്യം? ഭീകരാ, വാടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എന്ത് കയറി? നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതൻ കയറി. തങ്ങളെ എന്തിനാ? ഊതി മന്ത്രിക്കാൻ. നിങ്ങൾ വരണ്ട. ബായി എന്തിയെ തായിട്ട് പൂട്ടി. എന്നാ ഇവനെ കാവലെടുത്തിക്കോ. വന്നാട്ടെ. വാ. വേഗം വാടാ. ഇപ്പൊ തീരും. തൽക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണ്ണം പൂശിയൊരു ഡമ്മി ഉണ്ടാക്കാം. സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാം. ശ്വാസം കൂടാനുള്ള സമയം തന്നാൽ മതി. ഞാൻ ആരുടെ അളവ് വന്നെടുക്കും. എടാ ഇത്രയും പാടില്ലല്ലോ ഇതൊന്നും മുടക്കാൻ. ഫാത്തി, നീ ആ അളവൊന്നും എടുത്തരുമോ? നീ എടുക്കടാലോ രാതി, നീ തന്നെ അങ്ങ് എടുക്ക്. എടാ നീക്ക് വാണ്ട് ശരിക്കും നിൽക്കുന്നുണ്ട്. ഓക്കെ, വളഞ്ഞിട്ട് പിടിച്ചാല. എന്തോതിനെ ഇടികൊണ്ട് തൂറാനോ? ഈ പെരുമാനിക്കരയിലെ ഏറ്റവും മാസുള്ളവനാ സൂതൻ. എന്ത് കയറിക്കോളൂ. പിന്നെ എന്നാത്തിനാ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത്? സുഹൃത്തിന്റെ മസിനെ തൂക്കി നോക്കാനാ. നോക്ക്, അവന്റെ വരവ് കണ്ടോ? എന്തായാലും സുഗതം ചെയ്തവനാ. ഇത് ബായിയുടെ ആദ്യത്തെ ഉണ്ടയില്ല വെടിയാണ്. ഉണ്ടേ വെടിയോ? നാളെ പെരുമാനി ഞെട്ടണം. നമ്മുടെ ബായി ഒന്നുകൊണ്ട് വളർത്തിക്കണം. റംലുവിന്റെ വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം. വിനയത്തോടെ പായി. എന്നാലും എന്റെ റംലു ഭായ് പാചരാക്കണിട്ട് എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം. ബഷീറേ, പെരുമാനിയുടെ നാണക്കേട് നടക്കുന്നു. എന്റെ ചങ്കൺ തകർന്നുപോയി. എന്നാലും കരീമ മണലാരണ്യത്തിൽ പൊരി വെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ നായരെ? എന്ന് പറഞ്ഞ അപ്പോഴത്തെ ആ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാ? പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞ അതിങ്ങനെ ആടിയാടി കളിക്കും. മാമൂജിപ്പേ, ഈ വിഷമിക്കരുത്. നമ്മളെ റംലുവിന്റെ ഞാൻ അറിഞ്ഞു മുക്രി. അതിനിപ്പോ എന്താ? അത് ഓളുടെ ഇഷ്ടല്ലേ. പിന്നെ നിങ്ങൾ കരീംഖാനെ വിളിച്ചൊന്നും പറയണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഏയ്, ഞാനങ്ങനെ ചെയ്യടാ മുജിയെ. എന്നാ ശരിടാ. ഓ, അത് മറന്നുവല്ലോ കുറച്ചോനെ. ബഷീർ, ഇത് വലിയ അന്യായമാണേ. എന്തന്യായം? മലയാളം പോലും അറിയാൻ വയ്യാത്തൊരു വട്ടം ഭായി ദരിദ്രം എന്ന് പറഞ്ഞ മലയാളം എന്തിനാ അറിയുന്നേ? അങ്ങ് കാണിച്ചാ പോരെ. ശരി, എങ്കിൽ എന്താ അങ്ങത്തിലൂടെ അയാൾ അവിഹിത നടത്ത കാണിച്ചേ? ഇങ്ങനെ